ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡ് ദീപകം എന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ഏഷഃ കഃ ഏഷാ കാ ഏതത് കിം എന്ന ചാപ്റ്ററിൻ്റെ എക്സസൈസ് എക്സ്പ്ലനേഷനാണ്. നമുക്ക് നോക്കിയാലോ. വയം അഭ്യാസം കുർമഃ, നമുക്ക് എക്സസൈസ് ചെയ്യാം. ഉദാഹരണം ദൃഷ്ട്വാ റിക്തസ്ഥാനാനി പൂരയന്തു, അതായത് ഉദാഹരണം കണ്ട് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഇവിടെ ആദ്യം തന്നെ ഉദാഹരണത്തിൽ ബാലകഃ, ബാലകൗ, ബാലകാഃ തന്നിട്ടുണ്ട്. ഏകവചനം, ദ്വിവചനം, ബഹുവചനം. അതേ പാറ്റേണിലാണ് താഴേക്കും എഴുതേണ്ടത്. ഓക്കെ. ചഷകഃ ഒരു ഗ്ലാസ്, ചഷകൗ രണ്ട് ഗ്ലാസുകൾ, ചഷകാഃ ഏറെ ഗ്ലാസുകൾ. ദേവാഹ് ആണ് തന്നേക്കുന്നത്, ബാക്കി രണ്ടുമാണ് ഫില്ല് ചെയ്യണത്. ദൈവഃ ഒരു ദൈവം, ദേവൗ രണ്ട് ദൈവങ്ങൾ, ദേവാഹ ഏറെ ദൈവങ്ങൾ. സൈനികഃ സൈനികൻ, സൈനികൗ രണ്ട് സൈനികൻ, സൈനികാഹ ഏറെ സൈനികർ. രജകൗ ആണ് തന്നിരിക്കുന്നത്, അതായത് രണ്ട് അലക്കുകാരൻ. രജകഃ ഒരലക്കുകാരൻ, രജകാഹ ഏറെ അലക്കുകാരൻ, അലക്കുകാർ. ഓക്കെ. തന്ത്രജ്ഞ അതായത് ടെക്നീഷ്യൻ, തന്ത്രജ്ഞൗ രണ്ട് ടെക്നീഷ്യന്മാർ, തന്ത്രജ്ഞാഹ ഏറെ ടെക്നീഷ്യൻസ്. ഓക്കെ. അടുത്ത നോക്കാം. ഉദാഹരണാനുസാരം പട്ടികാത്തഃ പദാനി ചിത്വാ റിക്തസ്ഥാനേഷു സംയോജയന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ബോക്സിനകത്തുനിന്ന് പദങ്ങൾ കണ്ടെത്തി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. അതായത് ഇവിടെ സഹ തന്നിട്ടുണ്ട്, അതായത് ഇത് പുല്ലിംഗിനെയാണ് സൂചിപ്പിക്കുന്നത്. സാ സ്ത്രീലിംഗാണ്, തത് എന്നത് നപുംസകലിംഗാണ്. ഇവിടെ ചെയ്യേണ്ടത് പുല്ലിംഗിനകത്ത് വരുന്ന വേർഡ്സ് ഏതൊക്കെയാണോ അത് കണ്ടെത്തി പുല്ലിംഗിന് നേരെ, അതായത് സഹ് എന്നതിൻ്റെ നേരെ എഴുതുക. സ്ത്രീലിംഗാണെങ്കിൽ സാ എന്ന നേരെ എഴുതുക. നപുംസകലിംഗാണെങ്കിൽ തത് എന്നതിൻ്റെ നേരെ ഫില്ല് ചെയ്യുക. ഓക്കെ. പുല്ലിംഗിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? സ്യൂതഃ ഒരു ബാഗ്, വൃക്ഷഃ പിന്നെന്താണ് മരം, കുക്കുരഃ പട്ടി. സാ സ്ത്രീലിംഗ്, അജ ആട്, മഹിഷി പോത്ത്, പാർവതി ഒരു പേര്. ഓക്കെ. തത് നപുംസകലിംഗാണ്. അപ്പം ഏതൊക്കെയാണ് വരുന്നത് നപുംസകലിംഗിനകത്ത്? ഫലം ഫ്രൂട്ട്, പുഷ്പം പൂവ്, പുസ്തകം ബുക്ക്. അടുത്ത നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ചിത്രാണി ദൃഷ്ട്വാ സംസ്കൃത പദാനി ലിഖന്തു. ചിത്രങ്ങൾ നോക്കി സംസ്കൃത പദത്തിൽ അതെന്താണോ അതെടുത്ത് എഴുതുക. ഓക്കെ. ഇവിടെ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതെന്താണെന്ന് സംസ്കൃതത്തിൽ എഴുതണം. ആദ്യം തന്നെ നമുക്കൊരു ബുക്കാണ് കാണാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ബുക്കിനെ എന്താ വിളിക്കുന്നത്? പുസ്തകം. രണ്ട് കുട്ടികളാണ് അടുത്തത്, ബാലകൗ. സൈനികനെയാണ് അടുത്തതായിട്ട് കാണിച്ചിരിക്കുന്നത്, സൈനികഃ. അടുത്തതായിട്ട് ഒരു വിൻഡോ ആണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? വാതായനം. ഫീമെയിൽ സിംഗറാണ്, ഗായിക. ത്രിശൂലം, ത്രിശൂലം. ഓക്കെ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഉദാഹരണാനുസാരം പട്ടികാത്തഃ പദാനി ചിത്വാ റിക്തസ്ഥാനേഷു ലിഖന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ബോക്സിനകത്തുനിന്ന് കണ്ടെത്തി പദങ്ങൾ കണ്ടെത്തി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഓക്കെ. ഇവിടെ ഏകവചനം തന്നിട്ടുണ്ട്, ബഹുവചനം തന്നിട്ടുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് ഏകവചനത്തിന് താഴെ എന്തൊക്കെയാണോ വരുന്നത് അത് കണ്ടെത്തി അതിൻ്റെ താഴെ എഴുതുക. ബഹുവചനത്തിൽ വരുന്ന എന്തൊക്കെയാണോ അത് കണ്ടെത്തി ബഹുവചനം എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ താഴേക്ക് ഫില്ല് ചെയ്യുക. ഓക്കെ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. പുഷ്പം ഏകവചനമാണ്, ബഹുവചനം ബാലകാഃ. ആട്ടെ, ഏകവചനത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫലം, ഗായിക, രചകഃ, സഹ, ലേഖനി. ബഹുവചനത്തിനകത്തോ ബാലകാഃ, വൃക്ഷാഃ, ശിക്ഷികാഃ, അജാഃ, മാപികാഃ, ഫലാനി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയാലോ.
അടുത്ത ചോദ്യം നോക്കാം. പട്ടികായാം കാനിച്ചൻ പദാനി സന്തി താനി വദാനി ഉചിതേ ഘട്ടേ പൂരയന്തു. ബോക്സിനകത്ത് ചില പദങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഉചിതമായതെന്തോ അതെടുത്ത് പൂരിപ്പിച്ച് കുടം നിറയ്ക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് ഇവിടെ കേട്ടോ. അതായത് കുടത്തിന് താഴെ കുറേ ലൈൻസ് കാണുന്നില്ലേ, അതിലേക്കാണ് എഴുതേണ്ടത്. ഓക്കെ. ഏഷഹ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പുല്ലിംഗാണ്. ഏഷ സ്ത്രീലിംഗ്, ഏതത് നപുംസക്ലിംഗ്. പുല്ലിംഗിന് താഴെ എന്തൊക്കെയാണോ വരുന്നത് അത് ഏഷഹിൻ്റെ താഴെ എഴുതുക. സ്ത്രീലിംഗിനകത്ത് എന്തൊക്കെയാണോ വരുന്നത് അത് ഏഷ എന്നതിൻ്റെ താഴെ എഴുതുക. അതുപോലെ നപുംസക്ലിംഗിനകത്ത് ഏതാണോ വരുന്നത് അതിന് താഴെയാണ്, അതായത് ഏത്തത്തിൻ്റെ താഴെയാണ് അത് എഴുതേണ്ടത്. പുല്ലിംഗിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? സൈനികഃ, കുക്കുരഃ, ചഷകഃ, വൃക്ഷഃ. സ്ത്രീലിംഗിനകത്തോ ഗായിക, മഹിഷി, വൃദ്ധ, അജ, അങ്കിനി. ഏത്തത്തിനകത്തോ ജലം, ദ്വാരം, ഫലം, വാതായനം. ഓക്കെ. ഇതിനകത്തുനിന്നും ഏതെങ്കിലും വേർഡിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. കമൻറ്റിൽ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉദാഹരണാനുസാരം പട്ടികാതഃ ഉപയുക്തപദം ചിത്വാ റിക്തസ്ഥാനാനി പൂരയന്തു. ഉദാഹരണം തന്നതനുസരിച്ച് ബോക്സിൽ നിന്ന് ഏതാണോ കറക്റ്റായിട്ട് വരിക അത് കണ്ടെത്തി ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യുക. ഓക്കെ. മാല, ഹാരം. യുവകൗ 2 യുവാക്കൾ. പാഠശാല സ്കൂള്. മുഖം ഫേസ്. കമലെ 2 താമര. ഭവനാനി ഏറെ ഭവനങ്ങൾ. ബിഡാലഹ പൂച്ച. ഛാത്രാഹ ഏറെ കുട്ടികൾ, അതായത് സ്റ്റുഡൻസ്. ലേഖന്യൗ 2 പേന. മാലാഹ ഏറെ മാലകൾ, ഹാരങ്ങൾ. ഓക്കെ. സാക്ക അത് എന്താണ്? സാ പാഠശാല, അത് സ്കൂളാണ്. സഹകഹ അതെന്താണ്? സഹ ബിഡാലഹ അത് പൂച്ചയാണ്. തൗകൗ അവർ രണ്ടുപേരും ആരാണ്? അപ്പം പുല്ലിംഗം നോക്കണം. അതുപോലെ ദിവചനായിട്ടുള്ളൊരു വാക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടേ. ഏതാ അത്? യുവകൗ 2 യുവാക്കളാണ്. തേക്കേ അവരെല്ലാം ആരാണ്? ഇവിടെ എന്താ? പുല്ലിംഗായിരിക്കണം, ബഹുവചനവും ആയിരിക്കണം. അങ്ങനൊരു വാക്ക് കണ്ടുപിടിക്കണ്ടേ. ഏതാണത്? ഛാത്രാഹ. തേ ഛാത്രാഹ അവരെല്ലാം കുട്ടികളാണ്, കുട്ടികളുണ്ട്. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡായിട്ട് കൊടുത്തിരിക്കുന്നത് സാക്ക. ഇതിവിടെ സ്ത്രീലിംഗാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതാരാണ്? ആരാന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയില്ല, എന്താണെന്നേ പറയുള്ളൂ. എന്താ കാര്യം? മാല എന്ന് പറയുന്നത് എന്താണ്? ഹാരമാണ്. അപ്പം എന്ത് പറയും? അതെന്താണ്? സ മാല, അത് മാലയാണ്. തേക്കേ അത് രണ്ടും എന്താണ്? തേ ലേഖന്യോ അത് 2 പേനയാണ്. താഹ കാഹ അതെല്ലാം എന്താണ്? ഇവിടെ എന്താ നോക്കേണ്ടത്? സ്ത്രീലിംഗായിരിക്കണം, ബഹുവചനമായിരിക്കണം. എന്നുള്ളത് ഏതാണ്? അതെ, മാലാഹ. ഓക്കെ. ഏറെ മാലകളാണ്, അത് ഏറെ മാലകളാണ്. തത് കിം ഇവിടെ നപുംസക്ലിംഗാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതെന്താണ്? തത് മുഖം അത് മുഖമാണ്. ഇവിടെ ഇനിയും ദ്വിവചനം നോക്കണം, നപുംസക്ലിംഗവും ആയിരിക്കണം. അങ്ങനെയുള്ളൊരു വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. തേക്കേ അത് എന്താണ്? തേ കമലേ അത് 2 താമരയാണ്. താനി കാനി അതെല്ലാം എന്താണ്? ഇവിടെ ബഹുവചനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അങ്ങനെയുള്ളൊരു വാക്ക് കണ്ടോ? അതെ, ഭവനാനി അതെല്ലാം ഭവനങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കാം. നിമ്നലിഖിതാനി വാക്യാനി അധികൃത്യ ഉദാഹരണാനുസാരം പ്രശ്നനിർമ്മാണം കുറുബന്തു. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഉദാഹരണം തന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ഉണ്ടാക്കുക. എക്സാമ്പിൾ നോക്കാം. സഹ ഗജഹ
അത് ആനയാണ്. ഇതെന്താണ്? പുല്ലിംഗാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അതുപോലെ ഏകവചനമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരേണ്ടത്? സഹ കഹ, അതെന്താണ്? അതൊരു ആനയാണ്. ഇനി സഹ ബാലകഹ, അത് കുട്ടിയാണ്. ബാലകഹ എന്നത് ഏകവചനമാണ്, പുല്ലിംഗാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നത്? സഹ കഹ, അതാരാണ്? സ ലത, അവള് ലതയാണ്. ഇവിടെ എന്താ വരണ്ടേ? സ്ത്രീലിംഗ ഏകവചനമാണ് വരേണ്ടത്. അപ്പം എന്തെഴുതും? സ ക. സ നദി, ഇതും സ്ത്രീലിംഗാണ് അല്ലേ? സ്ത്രീലിംഗ ഏകവചനമാണ്. അപ്പം എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? സ നദി, അത് നദിയാണ്. സ ക, അതെന്താണ്? തത് ഫലം, ഇത് നപുംസക് ലിംഗാണ് അല്ലേ? അപ്പം നപുംസക് ലിംഗിൽ ഏകവചനം വരുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? തത് കിം, അതെന്താണ്? സഹ വൃക്ഷഃ, അത് മരമാണ്. മരം എന്ന് പറയുമ്പോൾ അത് പുല്ലിംഗാണ്, ഏകവചനം. അപ്പം എന്തെഴുതും? സഹ കഹ, അതാരാണ്? അതെന്താണ്? അത് വൃക്ഷമാണ്, അത് മരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരസ്പരം സംബന്ധാനി പദാനി സംയോജയന്തു റിക്തസ്ഥാനേഷു പൂരയന്തു ച. പരസ്പരം ബന്ധമുള്ള പദങ്ങൾ യോജിപ്പിക്കുക, എന്നിട്ട് ബ്ലാങ്ക്സ് ഉള്ളത് ഫില്ല് ചെയ്യുക. ഓക്കെ, ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യണേ. കമലം വികസതി, ലേഖകഃ ലിഖതി, ഫലം പതതി, നർത്തകഃ നൃത്യതി, ചാലകഃ ചാലയതി, ഗായിക ഗായതി. അടുത്ത നോക്കാം. കോഷ്ടകേഭ്യഃ ഉചിതാനി പദാനി ചിത്വാ വാക്യാനി രചയന്തു. അതായത് ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. അതിന് യോജിച്ച ഇത് കണ്ടെത്തിയിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, കഹ് ആരാണ്? കാ ധാവതി, ആരാണ് ഓടുന്നത്? പുല്ലിംഗമുണ്ട്, സ്ത്രീലിംഗമുണ്ട്, അതനുസരിച്ച് എഴുതുക. ഓക്കെ, ഇപ്പോൾ ചോദ്യം വരുമ്പോൾ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ബാലകാഹ്, ബാലകാഹാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെഴുതും? കാ ധാവതി, ആരാണ് ഓടുന്നത്? ബാലകാഹ് ധാവതി എന്ന് വരത്തില്ല. അപ്പോൾ എന്താണ്? ഒന്നി ബാലകഹ് ധാവതി എന്ന് എഴുതണം, അല്ലെങ്കിൽ ബാലകാഹ് ധാവന്തി എന്ന് എഴുതണം. ഓക്കെ, ബാലിക, കാ ധാവതി, ബാലിക ധാവതി, അതായത് പെൺകുട്ടി ഓടുന്നു. ശുനകഹ് എന്ന് പറയുമ്പോൾ എന്താണ്? പട്ടിയാണ് അല്ലേ? ശുനകഹ് ധാവതി, പട്ടി ഓടുന്നു. കഹ് ആര്? കാ പഠതി, ആരാണ് വായിക്കുന്നത്? പുല്ലിംഗം തന്നിട്ടുണ്ട്, സ്ത്രീലിംഗം തന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള ബ്രാക്കറ്റിലുള്ള വേർഡ്സും ഉണ്ട്. അതിനനുസരിച്ച് വേണം നമ്മളിവിടെ എഴുതാൻ. കഹ് പഠതി, സുരേഷ് പഠതി, സുരേഷ് വായിക്കുന്നു. ജാനകി, അപ്പോൾ എന്തെഴുതും? എന്തായിരിക്കും അവിടെ ക്വസ്റ്റ്യൻ വരിക? കാ പഠതി, ജാനകി പഠതി, ജാനകി വായിക്കുന്നു. കാ പഠതി, നളിനി പഠതി, നളിനി വായിക്കുന്നു. കിം പതതി, എന്താണ് വീണത്? ഫലം പതതി, ഫലം അതായത് ഫ്രൂട്ടാണ് വീണത്. കിം പതതി, എന്താണ് വീണത്? ജലം പതതി, വെള്ളമാണ് വീണത്. കിം പതതി, എന്താണ് വീണത്? കുസുമം പതതി, പൂവാണ് വീണത്. കാ ഗച്ഛതി, ആരാണ് പോയത്? കഹ ഗച്ഛതി, ആരാണ് പോയത്? ഇവിടെയും പുല്ലിംഗ സ്ത്രീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാ ഓർ കഹ് ഗച്ഛതി, ആര് അല്ലെങ്കിൽ ആരാണ് പോയത്? ആരാ പോയത്? ശിക്ഷിക ഗച്ഛതി, ടീച്ചറാണ് പോയത്. ബാലിക, ബാലിക ഗച്ഛതി, ബാലികയാണ്, അതായത് പെൺകുട്ടിയാണ് പോയത്. തന്ത്രജ്ഞഃ ഗച്ഛതി,
ടെക്നീഷ്യനാണ് പോയത്. ഓക്കെ, കാ കഹ് ഓർ കിം അസ്തി. കാ എന്താണ്, കഹ് എന്താണ്, ഇവിടെ പുല്ലിംഗ സ്ത്രീലിംഗ, കിം അസ്തി ഇതിപ്പോൾ നപുംസകലിംഗം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. മാതാ, അപ്പം കാ അസ്തി മാതാ അസ്തി അമ്മയാണ്. കഹ് അസ്തി ആരാണ്, പിതാ അസ്തി അച്ഛനാണ്. വാഹനം, വാഹനം എന്ന് പറയുമ്പം വെഹിക്കിളാണ് അല്ലേ. അപ്പോൾ അതെന്താണ് നപുംസകലിംഗിനകത്ത് വരുന്നത്. അപ്പോൾ എന്തെഴുതും, കിം അസ്തി വാഹനം അസ്തി വാഹനമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്യുക, ഓൺ ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്